ഹലോ പ്രിയപ്പെട്ടവരെ, ഞാൻ രമീഷ്. എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഇന്നലെ വളരെ ദുഃഖകരമായൊരു വാർത്ത കേട്ടിരുന്നു. ചാർജിങ് സ്റ്റേഷനിൽ ഇരുന്ന ഒരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും ദേഹത്തേക്ക് വാഹനം ഇടിക്കുകയും ആ കുഞ്ഞ് അതിദാരുണമായി മരണപ്പെടുകയും ആ കുഞ്ഞിൻ്റെ അമ്മ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. വാഗമൺ വഴിക്കടവിൽ സംഭവിച്ച ഒരു അപകടമാണത്. അവർ യാത്ര ചെയ്തെന്ന വാഹനം വഴിക്കടവിൽ ചാർജിങ് സ്റ്റേഷനിൽ കുത്തിയിടുകയും അതിന് സമീപമായിട്ട് അമ്മയും കുഞ്ഞും ഒരു കസേരയിലിരിക്കുകയായിരുന്നു. തൊട്ടടുത്ത് വേറൊരു സൗകര്യത്തിൽ അല്ലെങ്കിൽ വേറൊരു വാഹനം ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് വേറൊരു വാഹനം ഓടിച്ച് കയറ്റുകയും ഈ വാഹനം അമ്മയുടെയും മകൻ്റെയും ദേഹത്ത് ഇടിക്കുകയുണ്ടായത്. എത്ര ദയനീയമായിരിക്കുന്നു ആ അവസ്ഥ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ നിങ്ങളോട് എല്ലാവരോടും പങ്കുവെക്കുകയാണ്. ഈ കേരളത്തിലെ റോഡുകളിൽ നിരത്തുകളിൽ പൊലിയുന്ന ജീവനുകളിൽ ഒരു 80% വാഹനം ഓടിക്കുന്നവരുടെ ഗുരുതരമായ അനാസ്ഥ മാത്രമാണ്. അതിൻ്റെ ഒരു കാരണം എന്തെന്നാൽ, നമ്മുടെ ഇവിടെ ഒരാളെ വാഹനം ഇടിപ്പിച്ച് കൊന്നാൽ, അങ്ങനെ തന്നെ പറയണോ, വാഹനം ഇടിപ്പിച്ച് കൊന്നു കഴിഞ്ഞാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് കേസെടുക്കുകയും വളരെ ചെറിയൊരു പിഴയടച്ച് അവൻ രക്ഷപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഈ സിസ്റ്റം ആദ്യമേ മാറ്റണം. നമ്മുടെ വാഹനം ഒരാളുടെ ദേഹത്ത് ഇടിക്കുമ്പോൾ ആ സാഹചര്യം വിലയിരുത്തി അവൻ്റെ ഭാഗത്തുനിന്ന് തെറ്റാണെങ്കിൽ അവന് അതിക്രൂരമായ പിഴയും അല്ലെങ്കിൽ ഭീമമായ തുക പിഴയും അതിക്രൂരമായ ശിക്ഷയും കൊടുക്കേണ്ട ഒരു നിയമം നമ്മുടെ നാട്ടിൽ വന്നാൽ മാത്രമേ നമ്മുടെ നാട് രക്ഷപ്പെടുകയുള്ളൂ. ഈ വാഹനം ഓടിക്കുന്നവരുടെ അനാസ്ഥ അല്ലെങ്കിൽ വിവരമില്ലായ്മയെല്ലാം മാറി അവർ ഉത്തമരായി വാഹനം ഓടിക്കുകയും ചെയ്യുള്ളൂ. നമ്മൾ 70% ആളുകളും വാഹനം ഓടിക്കുന്നത് ഉത്തരവാദപരമായിട്ടാണ്. മറ്റുള്ളവരുടെ ജീവന് ഒരു വിലയും കൽപ്പിക്കാതെ അലക്ഷ്യമായി വാഹനം ഓടിക്കുന്നു. വാഹനം ഓടിക്കുന്ന ഒരാളിൽ നിന്ന് നമ്മൾ ഇന്നേ വരെ മാന്യത കണ്ടിട്ടേയില്ല. അത് PSC റാങ്ക് ലിസ്റ്റിൽ എഴുതി ഗവൺമെൻറ് ജോലി ചെയ്യുന്നവർ മുതൽ അങ്ങ് താഴെ തട്ടിലെ എല്ലാവരും ഒരു 80% ആളുകളും ഇതേ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇന്നലെ തലേ ദിവസം വേറൊരു വാർത്ത കാട്ടിയിരുന്നു. ഇത് വാഹനം പാലക്കാട് ഒരു സ്ഥലത്ത് ഒരു വാഹനം പൊട്ടിത്തെറിച്ച് അമ്മയും മക്കളും ഗുരുതരാവസ്ഥയിലായിരുന്നു. അതിൻ്റെ 2 മക്കൾ മരണപ്പെട്ടു എന്നാണ് കേട്ടേ തോന്നുന്നു വാർത്ത. അപ്പം ഇതെല്ലാം നമ്മുടെ ആളുകളുടെയൊക്കെ അറിവില്ലായ്മയല്ല, വിവേകമില്ലായ്മ. നമ്മൾ മലയാളികൾ ബുദ്ധിയും വിവരവും വിദ്യാഭ്യാസവും എല്ലാം ഉള്ളവരാണ്. പക്ഷേ വിവേകം അത് നമ്മൾ കൊണ്ടു നടക്കാറേയില്ല. അതിൻ്റെ കാരണം എന്നാൽ, ഇപ്പം നമുക്ക് എല്ലാവർക്കും വാഹനങ്ങൾ ആവശ്യമാണ്. പക്ഷേ ഈ വാഹനങ്ങളുടെ ആവശ്യമായ സർവീസുകൾ, അതിൻ്റെ മെയിൻ്റനൻസുകൾ, ഇതെല്ലാം ശ്രദ്ധിക്കാൻ താല്പര്യമില്ല. ഒരു വാഹനം മേടിക്കുന്നു, അത് നിരത്തിലൂടെ ഓടിച്ചു നടക്കുന്നു. ഈ വാഹനത്തിന് ആനുവൽ അല്ലെങ്കിൽ വാർഷികമായ സർവീസുകൾ, ഇത്ര കിലോമീറ്റർ കഴിയുമ്പോഴുള്ള സർവീസുകൾ, ഇതൊന്നും ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ വാഹനം എടുക്കുന്നു, വാഹനം ഓടിച്ചു നടക്കുന്നു, എവിടെയെങ്കിലും വെച്ച് വാഹനം പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ ടയർ പൊട്ടിത്തെറിച്ച് വീഴുന്നു. ഇതൊക്കെ നമ്മൾ സ്ഥിരതരം കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ്. ഇതിൻ്റെയൊക്കെ കാരണം എന്തെന്നാൽ, നമ്മുടെ ഒരു ലോഡും വണ്ടി ഒരു നിരത്തിൽ പഞ്ചറായ പോലീസുകാരൻ വന്ന് ഭീമമായി പെറ്റിയടിക്കുകയും അനാവശ്യമായി ആ ഡ്രൈവർ തെറി പറയുകയും ചെയ്യും. അവൻ്റെ ഒരു അവസ്ഥ പോലും മനസ്സിലാവില്ല. കാരണം അതൊരു പാസഞ്ചർ വണ്ടിയല്ല, അതിൽ ലോഡുണ്ട്, വലിയ വണ്ടിയാണ്, അത് പഞ്ചറാവാം അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ചെയ്യാം. ഇതൊക്കെ നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ചിലപ്പോൾ ഇതൊക്കെ സംഭവിക്കാം. പക്ഷെ അതുപോലെയല്ല സ്വന്തം വാഹനം. ഇപ്പം നമ്മുടെ ആളുകൾ സ്വന്തം വാഹനം മേടിക്കുന്നു, അത് അതിൻ്റെ യാതൊരുവിധ സർവീസുകളും ചെയ്യാതെ അത് കൊണ്ടു നടക്കുന്നു, എന്നിട്ട് അപകടങ്ങൾ ഉണ്ടാക്കുന്നു, ആളുകൾ മരണപ്പെടുന്നു. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിരുന്നു ഇന്നലെയും നടന്നത്. ആ വാഹനം ഓടിച്ച ആൾക്ക് ആ സമയത്ത് ഉണ്ടായ അവിവേകം കൊണ്ടാണ് ആ കുട്ടി അതിദാരുണമായി മരണപ്പെട്ടത്. അപ്പം താൻ ഓടിക്കുന്ന വാഹനത്തെ എങ്ങനെ നിയന്ത്രിച്ച് നിർത്താം എന്നുള്ള കാര്യം ഒരു സമയത്ത് മലയാളിക്ക് നഷ്ടപ്പെടുകയാണ്. അവൻ്റെ ബ്രെയിനിൽ നിന്ന് ആ കാര്യം നഷ്ടപ്പെട്ട് പോവുകയാണ്. പിന്നെ നമ്മൾ ആ ചാർജിങ് സ്റ്റേഷൻ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ചാർജിങ് സ്റ്റേഷനും അതിൻ്റെ ചുറ്റും 3-4 കസേരയും. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഒരു 4 കസേര ഇട്ടിരിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ. കാരണം ഒരു ചാർജിങ് സ്റ്റേഷനാണ്, അവിടെ ഇലക്ട്രിക് പവറാണ് നടക്കുന്നത്. ആ ബാറ്ററി പൊട്ടിത്തെറിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ഷോർട്ട് സർക്യൂട്ട് സംഭവിച്ച് അവിടെ വൈദ്യുതി പ്രവാഹങ്ങളുണ്ടാകാം. ഇതൊന്നും മനസ്സിലാക്കാതെ ഒരു ലക്ഷ്യവുമില്ലാതെ ഒരു ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചിടുക, അതിൽ ആളുകൾ വന്ന് ബാറ്ററി ചാർജ് ചെയ്യുക. അപ്പം ഇതെല്ലാം നമ്മുടെ ഗവൺമെൻറ് ഇങ്ങനെ അനുവദിച്ച് കൊടുക്കുകയാണ്. എന്ത് തോന്നിവാസവും നമ്മുടെ ഗവൺമെൻറ് അനുവദിച്ച് കൊടുക്കുന്നു.
ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ നമ്മുടെ ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടാകുന്നു. ഇതിനൊക്കെ ആരാണ് ഒരു തടയിടുക? നമ്മുടെ ഗവൺമെൻറ്റുകളോട് കോടതികൾ എന്ത് പറഞ്ഞാലും നമ്മുടെ ഗവൺമെൻറ്റുകൾ അതൊക്കെ പുച്ഛിച്ച് തള്ളും. ഇപ്പോൾ നമ്മുടെ നഗരത്തിൽ KSRTC ബസ്സുകൾ ഓടുന്നുണ്ട്. ഇൻഷുറൻസ് ഉള്ള വാഹനങ്ങൾ വളരെ കുറവായിരിക്കും. നമ്മൾ അവരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ഇതിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് ഗവൺമെൻറ് ആണെന്ന്. കഴിഞ്ഞില്ലേ? അപ്പോൾ ഇവർ ഇങ്ങനെ തർക്കുത്തരം പറയുകയും അവർ രക്ഷപ്പെടുകയും ചെയ്യും. ഒരു നല്ല വാഹനങ്ങൾ പോലും നിരത്തിലില്ല. നമ്മുടെ സിസ്റ്റം തന്നെ മൊത്തം ഫെയിലിയർ ആയിട്ടുള്ള ഒരു രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ ഒരു തിരക്കുള്ള സമയത്ത് കുറച്ച് പേര് കാറായിട്ട് പോകുന്നു, ഒരു പ്രൈവറ്റ് ബസ്സിനെ കുറുകെ ഇട്ടിട്ട് അവരുമായി അടിയുണ്ടാക്കുന്നു. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു പ്രൈവറ്റ് ബസ്സിൽ 36-42 യാത്രക്കാരുണ്ടെങ്കിൽ ഈ 42 യാത്രക്കാരെ വഹിച്ചുകൊണ്ടാണ് ഒരു ബസ് പോകുന്നത്. അവന് ബസ് സ്റ്റോപ്പിൽ ആളെ ഇറക്കണം, ബസ് സ്റ്റോപ്പിൽ നിന്ന് ആളെ കയറ്റണം, സമയത്തിന് ഓടിയെത്തിക്കണം. ഒരു കാർ ഓടിച്ചു പോകുന്നവന് അവൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോകാം, സ്വന്തം സമയത്തിന് ഇഷ്ടമുള്ള സമയത്തിന് അവിടെ എത്തിയാൽ മതി. എങ്കിൽ പോലും ആ പോകുന്ന ബസ്സിനെ കുറുകെയിട്ട് തെറി പറയുന്ന കാർ ഓടിക്കുന്നവരെ കാണാൻ പറ്റും. ഈ സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റിട്ട് നമ്മൾ പൊതുസമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് പരിഗണന നൽകണം. അതായത് ആംബുലൻസിന്, ഫയർ എഞ്ചിന്, ഇവർക്കൊക്കെ പരിഗണന നൽകുന്ന പോലെ അത്രയും പരിഗണന നൽകിയില്ലെങ്കിലും ജനങ്ങളുമായിട്ട് ഒരുപാട് ജനങ്ങളുടെ ജീവനും കൊണ്ട് പോകുന്ന ഒരു ബസ്സിനെ നമ്മൾ പരിഗണിക്കുക, അവർ സമയത്തിന് ഓടിച്ചെത്തിക്കാനുള്ളത്. അപ്പോൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള സാമാന്യ മര്യാദ നമ്മൾ കാണിക്കാൻ തയ്യാറാവുക. ഇതൊന്നും നമുക്ക് താല്പര്യമില്ല. നമ്മളിത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ പിന്നാലെ കുറച്ച് നാൾ ലഹള ഉണ്ടാക്കാൻ നടക്കുന്നു എന്നല്ലാതെ ഇതൊന്ന് കൃത്യമായി ശ്രദ്ധിക്കാനോ പരിപാലിക്കാനോ നമുക്ക് ആർക്കും നേരമില്ല. ഇപ്പോൾ ഈ വാഗമണി നടന്നത് സ്വന്തം വാഹനം നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഒരു ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ്. അപ്പോൾ ദയവായി നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ അത് കൃത്യമായി ആ വാഹനം ഓടിച്ച് അത് നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ പറ്റും എന്നൊരവസ്ഥയിൽ മാത്രം വാഹനം ഓടിച്ച് പുറത്തിറക്കുക. അല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ വാഹനം ഓടിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ജീവന് ഒരുപാട് വിലയുണ്ട്. നിങ്ങളായിട്ട് ഒരാളുടെ ജീവൻ നശിപ്പിക്കാൻ ഇടയാവരാത്ത രീതിയിൽ നിങ്ങൾ വാഹനങ്ങൾ ഓടിച്ച് പഠിച്ച് എക്സ്പീരിയൻസായി അനുഭവ സമ്പത്തായി